ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ വചനം പറഞ്ഞത്? തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് എന്ത് സംഭവിക്കും? ജീവജലത്തിന്റെ അരുവി ഒഴുകും. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ വചനം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. എന്ത് ചെയ്യണം? നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി ഒഴുകും. ഹല്ലേലൂയ. കണ്ടോ, ഈശോ പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് അസ്വസ്ഥരാണ്, നിങ്ങൾ അസ്വസ്ഥപ്പെടണ്ട, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക. എന്നിൽ വിശ്വസിക്കുമ്പോൾ ഏത് കാര്യത്തെക്കുറിച്ച് നീ അസ്വസ്ഥപ്പെടുന്നുവോ ആ കാര്യത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യത്തെ ഓർത്ത് അസ്വസ്ഥപ്പെടുന്നു. അപ്പൊ അസ്വസ്ഥപ്പെടുന്ന ഒരു ദൈവ പൈതലിനോട് വചനം പറയുക, നിങ്ങൾ അസ്വസ്ഥപ്പെടണ്ട, എന്നിൽ വിശ്വസിക്കുക. എന്നിൽ വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് യോഹന്നാൻ 7 യേശു ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവി ഒഴുകും. എന്ന് വെച്ചാൽ ഒരു ദൈവ പൈതൽ ഏത് കാര്യത്തെ ഓർത്ത് അസ്വസ്ഥപ്പെടുന്നുവോ ആ കാര്യത്തെ യേശുവിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ ആ കാര്യത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. ഇപ്പോൾ കുറച്ച് മുമ്പ് ഈ സത്യൻ ബ്രദർ എന്നെ പരിചയപ്പെടുത്തിയത് എന്ത് പറഞ്ഞുകൊണ്ടാ? സത്യൻ ബ്രദർ എന്നെ പരിചയപ്പെടുത്തിയത് എന്ത് പറഞ്ഞുകൊണ്ടാ? എൻ്റെ പേര് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? ഞാൻ പോട്ടയിൽ പോപ്പുലേഷൻ ഡയറക്ടറായിരുന്നു, ഇവിടെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, ഇപ്പോൾ കോയമ്പത്തൂർ ഡയറക്ടറാണ് എന്ന് പറഞ്ഞു, അല്ലേ? എന്തിനാ അത് പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? പരിചയപ്പെടുത്താനാണ്. എന്തിനാണ് പരിചയപ്പെടുത്തുന്ന ഉദ്ദേശം? എന്താ പരിചയപ്പെടുത്തുന്ന ഉദ്ദേശം? ഇതാണ്, ഞാനിപ്പോൾ അച്ഛനായിട്ട്, ഇന്നലെ ഞാൻ അച്ഛനായിട്ട് 15 വർഷമായി. ഈ 15 വർഷമായിട്ട് ഞാൻ ചെയ്യുന്ന ജോലി എന്താണ്? എന്ത് ശുശ്രൂഷയാണ്? എന്താ? വചനം പ്രഘോഷിക്കുന്നു. ഞാൻ അവിടെ പോട്ടയിൽ ഡയറക്ടറായെന്ന് പറയുമ്പോൾ, പോട്ടയിൽ ഡയറക്ടറായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത്? ഞാൻ പോട്ടയിൽ ഭക്ഷണം ഉണ്ടാക്കുകയാണ് എന്നാണോ? അല്ല. ഡിവൈനിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത്? ഞാൻ ഡിവൈനിൽ ഷോപ്പിംഗ് നടത്തുകയായിരുന്നു എന്നാണോ? അല്ല, ഞാൻ വചനം പ്രഘോഷിക്കുകയായിരുന്നു, അല്ലേ? എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്തു എന്നാണ് പരിചയപ്പെടുത്തിയത്. ഹല്ലേലൂയ. ഞാൻ എന്ത് ചെയ്തു? അങ്ങനെയാണെങ്കിൽ യേശു എന്ത് ചെയ്യുമെന്നാണ്, യേശുവിനെ ആരാ പരിചയപ്പെടുത്തിയത് ലോകത്തിന്? സ്നാപയോഹന്നാൻ എന്തു പറഞ്ഞ പരിചയപ്പെടുത്തിയത്? സ്നാപയോഹന്നാൻ എന്തു പറഞ്ഞ പരിചയപ്പെടുത്തിയത്? അത് പറഞ്ഞു. പക്ഷെ 4 സുവിശേഷങ്ങളിൽ സ്നാപകൻ പരിചയപ്പെടുത്തിയൊരു കാര്യമുണ്ട്. പെട്ടെന്ന് എഴുതോട്ടോ. ഒരാള് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11 വായിക്കുക. മത്തായി 3:11 എന്ത് പറഞ്ഞാണ് പരിചയപ്പെടുത്തിയെന്ന് ഇപ്പൊ മനസ്സിലാവും നൽകുന്നവൻ. ഹല്ലേലൂയ. അപ്പൊ 4 സുവിശേഷത്തിലും യേശു ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയാവോ? യേശു പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തും. ഹല്ലേലൂയ. 4 സുവിശേഷങ്ങൾ ഒരുപോലെ പറയുന്നു, അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്ത് പറഞ്ഞു? എല്ലാത്തിനെയും കുറിച്ച് പറഞ്ഞപ്പോൾ ബൈബിളിൽ 8500 വാഗ്ദാനങ്ങളുണ്ട്. എല്ലാ വാഗ്ദാനത്തെയും കുറിച്ച് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ യേശു എന്ത് പറഞ്ഞു? ചോദിക്കുന്നവർക്ക് അധികമായി ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.